ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന്. ഇതിൽ ഞാൻ തന്നെ സത്യം എന്ന് അവകാശപ്പെട്ട യേശുവിൻ്റെ ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് നാം സമീപിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നത് ഏതാണ്ട് 2 വീഡിയോകളിലായി ഈ ഒരു അടിസ്ഥാന പ്രശ്നം അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ അല്പം വിശദീകരിച്ച് കഴിയുന്നത്ര ലളിതവും കൃത്യവുമായി ഒരന്വേഷണം നിങ്ങളേവരും ഒത്ത് നടത്തുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം വിജയിക്കുമോ ഇല്ലയോ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങളിതിൽ എത്ര താല്പര്യത്തോടെ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നു എന്നതായിരിക്കും. നമുക്ക് വലിയ ആമുഖമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കാം. യേശു സത്യമാണ്, യേശു മാത്രമാണ് സത്യം എന്ന് താത്വികമായി അവകാശപ്പെടുന്ന ക്രിസ്ത്യാനി എടുക്കുന്ന നിലപാട് എന്താണ് എന്നതിനെപ്പറ്റി വേണ്ട വിധത്തിൽ ബോധമുള്ളവനാണോ ഉള്ളവളാണോ എന്നതിനെപ്പറ്റി വളരെയധികം സംശയിക്കേണ്ട ഒരാവശ്യമുണ്ട് എന്നത് വലിയ വിശദീകരണമില്ലാതെ ഞാനൊന്ന് അടയാളപ്പെടുത്തുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. സത്യമെന്നാൽ എന്ത് എന്നതിനെപ്പറ്റി യാതൊരു അറിവോ അടിസ്ഥാനവുമില്ലാതെ യേശുവാണ് സത്യം, യേശു മാത്രമാണ് സത്യം, അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് തത്ത ചൊല്ലുന്നത് പോലെ ചൊല്ലുവാൻ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കടപ്പെട്ടവനാണ്. അതിൻ്റെ അർത്ഥം എനിക്കറിയാൻ വയ്യെങ്കിലും ആ വാക്കുകൾ എനിക്കറിയാം. ആ വാക്കുകളെ വാള് പോലെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ആക്രമിച്ചില്ലെങ്കിലും അവരെ നിസ്സാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയും അവരുടെ വില ഇല്ലാതാക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തും എന്ന തികച്ചും മൗഢ്യമായ ഒരു ധാരണയിലാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും സ്ഥിതി ചെയ്യുന്നത് എന്നത് വ്യക്തമായി അറിയുന്നത് കൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ, അതായത് ഈ വീഡിയോയിൽ സത്യത്തെപ്പറ്റി നാം വച്ചു പുലർത്തുന്ന സങ്കല്പങ്ങളെ വിമർശനാത്മകമായി ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്നതാണ് എൻ്റെ പ്രമേയം. ഞാൻ ഈ പ്രമേയത്തെ നിങ്ങളോട് പങ്കിടുവാനായി ഇപ്പോൾ താല്പര്യപ്പെടുന്നത് സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം ഞാൻ ദാർശനികതയിലേക്ക് പോയാൽ അത് പല ആളുകൾക്കും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എനിക്ക് കുറച്ചുകൂടെ കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നത് സാഹിത്യത്തിൻ്റെ മേഖലയിലാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അവലംബിക്കുന്ന സമീപനം പ്രധാനമായും മുഖ്യമായും ഏതാണ്ട് 99% സാഹിത്യത്തിൽ നിന്ന് മാത്രമായിരിക്കുമെന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഞാനിതിൽ ഇപ്പോഴത്തെ എൻ്റെ ചിന്തയിൽ 2 കൃതികളാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ 2 കൃതികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും നാം ഇത് പരിഗണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മറ്റ് കൃതികൾ ഇപ്രകാരം വിലയേറിയ അറിവുകൾ നൽകുന്ന മറ്റ് സാഹിത്യ സൃഷ്ടികളില്ല എന്നർത്ഥമില്ല. കൂടുതൽ റെഫറൻസസ് അല്ലെങ്കിൽ പരാമർശങ്ങൾ കൊണ്ടുവന്നാൽ അത് ചിന്താക്കുഴപ്പമുണ്ടാക്കും എന്ന സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ കേവലം 2 സുപ്രസിദ്ധമായ കൃതികളെ കേന്ദ്രീകരിച്ച് ഈ സത്യമെന്ന നമ്മുടെ സങ്കല്പത്തിൻ്റെ പരിമിതി അല്പം നമുക്ക് ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ആ പരിമിതി അറിഞ്ഞാൽ മാത്രമേ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക്
വേണ്ടതുപോലെ പരിചയപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. നമുക്ക് ആ രണ്ട് കൃതികളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്താം. ഒന്ന്, ലോകത്തിലെല്ലാവർക്കും, അല്പം വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും പരിചിതമായ ഒരു കൃതിയാണ് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകം. ഹാംലെറ്റ് അത് 1600 പ്രസിദ്ധീകരിച്ചത്, അരങ്ങേറിയത്, അഭിനയിക്കപ്പെട്ടത് ഡെൻമാർക്കിലെ ഒരു സംഭവമാണ്. രാജകുടുംബത്തിൻ്റെ കഥയാണ്. അതിലെ രാജകുമാരനാണ് ഹാംലെറ്റ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ഗെർട്രൂഡ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാച്ചൻ്റെ പേര് ക്ലോഡിയസ് എന്നാണ്. അപ്പോൾ ഹാംലെറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. അപ്പോൾ അദ്ദേഹം ഫിലോസഫിയാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഹാംലെറ്റിൻ്റെ അമ്മ ഹാംലെറ്റിൻ്റെ പിതാവിൻ്റെ സഹോദരനായ ക്ലോഡിയസിനോട് വൈകാരികമായ അടുപ്പമുണ്ടാകുകയും അത് ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഹാംലെറ്റിൻ്റെ അപ്പനെ അവൻ്റെ അമ്മയും അവൻ്റെ അമ്മാച്ചനും കൂടെ കൊന്ന് ഇപ്പോൾ ഗെർട്രൂഡും ക്ലോഡിയസും, അതായത് ഹാംലെറ്റിൻ്റെ അമ്മയും അമ്മാച്ചനും ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഹാംലെറ്റിൻ്റെ അപ്പൻ്റെ ഭൂതം, ദ സ്പിരിറ്റ്, ആത്മാവ് വേണമെങ്കിൽ നമുക്ക് പറയാം, ഭൂതമെന്നോ ആത്മാവെന്നോ സ്പെക്ടർ എന്നോ പറയാം, ഹാംലെറ്റിന് പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് സംഭവിച്ച അനീതി, തനിക്ക് നീതി വേണം എന്ന് പുത്രനായ ഹാംലെറ്റിനോട് പറയുകയാണ്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഹാംലെറ്റിന് ഇങ്ങനെ ഈ ദാർശനികതയിലൊരു പശ്ചാത്തലമുണ്ടായതുകൊണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് ഫിലോസഫിയാണ്. അതുപോലെ പെട്ടെന്നൊരു ചിന്താക്കുഴപ്പം ഉണ്ടാകുകയാണ്. അതെന്താണ്? താൻ കണ്ടത് യഥാർത്ഥത്തിൽ തൻ്റെ പിതാവിൻ്റെ ആത്മാവാണോ, അതോ തൻ്റെ പിതാവിൻ്റെ ആത്മാവ് എന്ന പ്രതീതി ജനിപ്പിക്കത്തക്കവണ്ണം തന്നെ പരീക്ഷയിൽ അകപ്പെടുത്തി തൻ്റെ ആത്മാവിനെ നിത്യനരകത്തിൽ കൊണ്ടുപോകാനായി കടന്നു വന്ന പിശാചാണ്? എ ഡെവിൾ that has come to tempt Hamlet into damnation, appearing in the guise of Hamlet's murdered father. ഇതാണ് പ്രശ്നം. ഇതെന്താണ് പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ ദൃശ്യം, അതായത് തൻ്റെ പിതാവ് അല്ല തൻ്റെ പിതാവിൻ്റെ ആത്മാവ് ഹാംലെറ്റിനോട് വന്ന് തനിക്ക് നീതി വേണം എന്ന് അപേക്ഷിക്കുന്ന ആ ഒരു ദൃശ്യം, അത് കണ്ണുകൊണ്ട് കാണുക മാത്രമാണ് ചെയ്തത്. അത് സത്യമാണെങ്കിൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, ആ ഒരു തൻ്റെ അമ്മയെയും അമ്മാച്ചനെയും കഠിനമായി ശിക്ഷിക്കുവാനും ഒരുപക്ഷെ അവരെ കൊല്ലുവാനും ഹാംലെറ്റിന് കടമയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഹാംലെറ്റ് നീതിയുടെ ദൂതനായി മാത്രം പ്രവർത്തിക്കും, നീതിയുടെ ഏജൻറ്റായി മാത്രം പ്രവർത്തിക്കും, an agent of justice. എന്നാൽ താൻ കണ്ടത് യാഥാർത്ഥ്യമല്ല, അതൊരു വെറും പ്രതീതി മാത്രമാണ്, അപ്പിയറൻസ്, ട്രൂത്ത് വേഴ്സസ് അപ്പിയറൻസ്. അത് പ്രതീതി മാത്രമാണെങ്കിൽ അതിനെ ആശ്രയിച്ച് ഹാംലെറ്റ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ അവൻ വെറും ഒരു കൊലപാതകി മാത്രമായിരിക്കും. ഇതാണ് പ്രശ്നം. അത് കൃത്യമായി മനസ്സിലാക്കണം. താൻ കണ്ടത് യഥാർത്ഥത്തിൽ അത് സത്യമാണെങ്കിൽ, തൻ്റെ പിതാവിൻ്റെ ആത്മാവ് തന്നെയാണ് വന്ന് തന്നോട് ഇപ്രകാരം സങ്കടമുണർത്തിക്കുന്നത് എങ്കിൽ അത് വിശ്വസനീയമായ സത്യമാണെങ്കിൽ തൻ്റെ അമ്മയെയും അമ്മാച്ചനെയും കൊല്ലുവാൻ തനിക്ക് കടമയുണ്ട്. അങ്ങനെ അത് ചെയ്യുമ്പോൾ ഹാംലെറ്റ് നീതിയുടെ ഒരു ഉപകരണം, an instrument of justice ആയിരിക്കും. പ്രത്യുത താൻ കണ്ടത് വെറും ഒരു
പ്രതീതി മാത്രമാണ്, ആൻ അപ്പിയറൻസ്, ആൻ ഇല്യൂഷൻ മാത്രമാണെങ്കിൽ താൻ ഈ നടപടി എടുത്താൽ, രണ്ടും ഒരേ നടപടിയാണ്. അതായത് തൻ്റെ അമ്മയെയും അമ്മാച്ചനെയും ഏറ്റവും കഠിനമായ ശിക്ഷിക്കുക, വധശിക്ഷ എന്ന് വിചാരിച്ചു. ഒരേ ശിക്ഷയാണ്, ഒരേ പ്രവൃത്തിയാണ്. അത് ഏറ്റവും വലിയ അസത്യവും ഏറ്റവും വലിയ നീതിയുമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ താൻ കണ്ടത് വെറും ഒരു പ്രതീതി മാത്രമാണ് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ താനൊരു കൊലപാതകയായിത്തീരും. ഇതാണ് സത്യത്തെപ്പറ്റി നാം അറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ഒരു വലിയ പാഠം. അതായത് നാം സത്യത്തെപ്പറ്റി തികച്ചും വീണ്ടുവിചാരമില്ലാതെ ആരാണ്ട് പറഞ്ഞു, അത് കേട്ടു, അത് മാത്രമാണ്, അതിൽ എന്താണ് കഴമ്പെന്താണ്, അതിൻ്റെ സത്യമെന്താണ്, അതിൻ്റെ അർത്ഥമെന്താണ്, അത് നമ്മെ ഏത് ദിശയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാതെ ചില വാക്കുകൾ, ചില ശബ്ദങ്ങൾ അവയെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നാം സത്യത്തോട് പ്രതിപത്തിയുള്ളവരായി തീരുമെന്ന തികച്ചും അപഹാസ്യമായൊരു ധാരണയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും സ്ഥിതി ചെയ്യുന്നത്. നാം കണ്ടതും കേട്ടതും അതുപോലെ വിശ്വസിച്ചാൽ നാം വിശ്വാസികളല്ല, നാം അന്ധവിശ്വാസികളായി തീരും. അതുകൊണ്ട് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് ബഹുഭൂരിപക്ഷ സാഹചര്യങ്ങളിലും അന്ധവിശ്വാസം മാത്രമാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറയാനുള്ള കാരണം ഇതാണ്. അത് ദാർശനികമായ പശ്ചാത്തലം ഇതാണ് എന്ന ഈ തരുണത്തിൽ ഞാൻ വെളിപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിനെ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? യേശു ഒരു വിശ്വാസി മാത്രമായിരുന്നില്ല, ഒരു അവിശ്വാസി കൂടെ ആയിരുന്നു. യഥാർത്ഥത്തിൽ സത്യത്തിൽ ഒരു വിശ്വാസിയാകണമെങ്കിൽ അതിൻ്റെ ആ പശ്ചാത്തലം തന്നെ അവിശ്വാസമായിരിക്കണം. ഇപ്പോൾ യഹൂദ മതത്തിൻ്റെ സംരക്ഷകർ, അത് പ്രചരിപ്പിക്കുന്നവർ, അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നവർ പറയുന്നത് മുഴുവനും സത്യമാണ് എന്ന് യേശു സ്വീകരിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാനോ വ്യത്യസ്തമായ ആത്മീയമായ ദർശനങ്ങളും അനുഭവങ്ങളും പ്രാപിപ്പാനോ യേശുവിന് കഴിയുമായിരുന്നില്ല. യഹൂദ മതത്തിൻ്റെ നിലപാടുകളെയും സങ്കല്പങ്ങളെയും യേശു സംശയിക്കുകയും വിമർശിക്കുകയും അതിൽ കൂടെ അതിൻ്റെ ദൈവരാഹിത്യത്തെ, മനുഷ്യത്വരാഹിത്യത്തെ, അതിൻ്റെ അസത്യത്തെ തിരിച്ചറിയുകയും ചെയ്തതുകൊണ്ടാണ് ആ മതം നിഷ്കർഷിക്കുന്ന, ആ മത സംവിധാനം നിഷ്കർഷിക്കുന്ന ആ തട്ടിൽ നിന്ന് വളരെ ഉന്നതമായ ഒരു തലത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് യേശു മനസ്സിലാക്കി. അതുകൊണ്ട് നാം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ സഭകൾ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന കൂട്ടങ്ങളും കൂട്ടായ്മകളും നമ്മൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ, അത് അപ്പാടെ വിശ്വസിച്ചതുകൊണ്ട് നാം വിശ്വാസികളാകുന്നില്ല. നാം അന്ധവിശ്വാസികളായി തീരാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ ഇവയൊക്കെയും സത്യത്തോട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധമുണ്ട് എങ്കിൽ പോലും നാം അതിനെ മനസ്സിലാക്കുന്ന വിധവും അതിനെ പ്രയോഗിക്കുന്ന വിധവും അസത്യത്തിൻ്റേതാകും. നാം സത്യത്തോട് ബന്ധം പുലർത്തുന്നത് പോലും അസത്യത്തിൻ്റെ തരത്തിലാകാൻ സാധ്യതയുണ്ട് എന്നത് ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സത്യമായ യേശുവിൻ്റെ, സ്നേഹമായ യേശുവിൻ്റെ, കാരുണ്യമായ യേശുവിൻ്റെ പേരിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വളരെ ക്രൂരതയോടും മനുഷ്യരാഹിത്യത്തോടും കൂടെ ഭയഭക്തിയുള്ള ആളുകൾ, ദൈവത്തോട് പ്രതിപത്തിയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ ആത്മാർത്ഥമായി വിശ്വസിച്ച് ദൈവിക സ്വഭാവത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചത് എന്നത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൃതിയിൽ കൂടെ, അതായത് ഹാംലെറ്റ് എന്ന് പറയുന്ന കൃതിയിൽ കൂടെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആഴമേറിയ ഒരു ചിന്ത ഇതാണ്:
നാം ചില കാര്യങ്ങൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, പ്രാപിച്ചിരിക്കുന്നു. എപ്രകാരമാണോ ഹാംലെറ്റിൻ്റെ മുമ്പിൽ കൊല ചെയ്യപ്പെട്ട അവൻ്റെ അപ്പൻ്റെ ആത്മാവ് വന്ന ചില കാര്യങ്ങൾ ഉണർത്തിച്ചത്, അവനെ അറിയിച്ചത്, അതുപോലെ നമ്മുടെ മുൻപിലും ചില ആളുകൾ ചില കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത് വാസ്തവത്തിൽ പ്രതീതിയുടെ ആവിഷ്കാരമാണോ അതോ സത്യത്തിൻ്റെ തന്നെ അവതാരമാണോ എന്നതിനെപ്പറ്റി ഒരു വിധത്തിൽ നാം അന്വേഷിക്കുന്നില്ല എന്നത് വളരെ പരിതാപകരമായൊരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് നാം മൃതപ്രായരാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മരിച്ചവർ അവരെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. കാരണം ഈ സംവിധാനങ്ങൾ മുഴുവനും മരിച്ചവരുടേതാണ്. മരിച്ചവരാണ് നടത്തുന്നത്, മരിച്ചവർക്ക് വേണ്ടിയാണ് നടത്തുന്നത്. പിന്നെ അവർക്ക് ആകെപ്പാടെ ചെയ്യാവുന്ന സേവനം എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ട് തരിക എന്നതാണ്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന പോലും വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ക്രിസ്തീയ സഹോദരി സഹോദര, അടുത്ത ഞായറാഴ്ച, അതായത് നാളെ, ഞാനിത് ചെയ്യുന്നൊരു ശനിയാഴ്ചയാണ്. നിങ്ങൾ സഭകളിൽ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ അച്ഛനോട് ചോദിക്കണം, അച്ഛോ ഇങ്ങനെ യേശു പറഞ്ഞല്ലോ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, അതിൻ്റെ അർത്ഥം എന്താ അച്ഛോ, ഒന്ന് ഓതിത്തരണേ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. അപ്പം അതിൻ്റെ ചൂടറിയാം. ഞാൻ അത്ര മാത്രമേ തൽക്കാലം പറയുന്നു. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നാം ചില കാര്യങ്ങൾ കേട്ടതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട്, അതിനെപ്പറ്റി എരിവ് അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് സത്യത്തോട് ഏതെങ്കിലും വിധത്തിൽ ബന്ധമോ പ്രതിപത്തിയോ ഉണ്ട് എന്ന് തെളിയുന്നില്ല. ദയവായി മനസ്സിലാക്കുക. ഇനിയും അടുത്ത കൃതിയിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. അത് 1900, അതായത് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന നാടകം പ്രസിദ്ധീകരിച്ച് സൂക്ഷം 300 വർഷങ്ങൾക്ക് ശേഷം, ഹാംലെറ്റ് 1600, 1600. അടുത്ത പുസ്തകം 1900, 1900, എക്സാക്ട്ലി 1900, സൂക്ഷം 300 വർഷങ്ങൾക്ക് ശേഷം പ്രസിദ്ധീകരിച്ച അതൊരു നോവലാണ്. അതിൻ്റെ രചയിതാവ് ജോസഫ് ക്രുസീനിവിസ്കി കോൺറാഡ് എന്ന് പറയുന്ന പോളണ്ടിൽ ജനിച്ച് പിന്നെ ബ്രിട്ടീഷ് സിറ്റിസനൊക്കെ ആയ ഒരു സുപ്രസിദ്ധ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും എനിക്ക് താല്പര്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും മഹത്തരമെന്ന് നിരൂപകന്മാർ ഒന്നടക്കം സമ്മതിക്കുന്നത് ലോർഡ് ജിം എന്ന് പറയുന്ന നോവലാണ്. ലോർഡ് ജിം, JIM. അതിലെ ഒരു സംഭവം അത് വളരെ വളരെ ശ്രദ്ധേയമാണ്, വളരെ ബൗദ്ധികമായി വളരെ രസകരമാണ്. അതിൻ്റെ പ്രധാന കഥാപാത്രം ജിം എന്ന് പറയുന്ന ഒരു യുവാവാണ്. ജിം ഒരു പുരോഹിതൻ്റെ മകനാണ്. അവൻ ബ്രിട്ടീഷ് മെർച്ചൻ്റ് നേവി സർവീസിൽ ചേർന്നു. അപ്പോൾ ജിം ആദർശവാദിയാണ്. അവൻ്റെ കടമയെപ്പറ്റി ഉത്തമമായ ബോധ്യമുണ്ട്. ഏറ്റവും സാഹസികതയോടെ തൻ്റെ കടമകൾ അല്പം പോലും കുറവ് വരാത്ത വിധത്തിൽ നിർവഹിപ്പാൻ തൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് ജിം ഈ ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിൽ ചേരുന്നത്. ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിനൊരു വലിയ ചരിത്രമുണ്ട്, അതിൻ്റേതായ സംസ്കാരമുണ്ട്, പൈതൃകമുണ്ട്. അതെന്താണ്? അതിനെപ്പറ്റി കോൺറാഡ് പിന്നെ പറയുന്നത് an inspired and adventurous sense of duty. തൻ്റെ കടമകൾ നിർവഹിക്കുന്നതിൽ ജീവൻ പോയാലും അല്പം പോലും പിന്മാറാതെ അടിയുറച്ച് നിൽക്കുന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ജിം ഈ ഒരു സേവന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയ ഹീറോയിക് സെൻസ് ഓഫ് ഡ്യൂട്ടി, വീരസാഹസികത നിറഞ്ഞു നിൽക്കുന്ന ഒരു കടമയുടെ ബോധ്യം, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി അതുള്ളവനാണ്. അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം സ്വപ്നം കാണുകയാണ്. എങ്ങനെയാണ് ഞാൻ ഈ ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിൻ്റെ ഈ വലിയ പൈതൃകത്തെ ഏറ്റവും മഹനീയമായി എൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ഈ സേവനം ഞാൻ നിർവഹിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം
ഒരു കപ്പലിൽ ജോലി ചെയ്യുകയാണ്. കപ്പലിൻ്റെ പേര് പാറ്റ്ന എന്നാണ്, PATNA, പാറ്റ്ന. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്ന, അപ്പോൾ ഓർത്തിരിക്കാൻ പ്രയാസമില്ല. അത് വളരെ പഴക്കമേറിയ ഒരു കപ്പലാണ്. അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഏത് സമയത്തും താണു പോകാൻ സാധ്യതയുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കാവുന്ന ഒരു കപ്പലാണ്. അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിൻ്റെ ആ പൈതൃകത്തെ പ്രതിദാനം ചെയ്ത് യുവാവായ ഈ മനുഷ്യൻ നല്ല ആദർശ ശുദ്ധിയോടെ, നല്ല കടമയോടുള്ള പ്രതിഷ്ഠയോടെ അദ്ദേഹം അങ്ങനെ ജോലി ചെയ്യുക. അങ്ങനെ ഒരു ദിവസം കപ്പൽ രാത്രിയിൽ യാത്രയാകുമ്പോൾ ഇതേതിലോ തട്ടി കപ്പലാകപ്പാടെ ഒന്ന് വല്ലാതെ ഇളകുന്നുണ്ട്. അപ്പോൾ ഈ പഴഞ്ചൻ കപ്പൽ ഇപ്പോൾ പെയിൻറ്റഡ് വാട്ടർ ടാങ്ക് പോലെ എന്നാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത്, കപ്പലിനെ പറ്റി പറയുന്നത്. ഇറ്റ് ലുക്ക് ലൈക്ക് എ പെയിൻറ്റഡ് വാട്ടർ ടാങ്ക്. അതായത് ഒത്തിരി നാൾ പഴക്കം കൊണ്ട് ദ്രവിച്ചു പോയ ഒരു വാട്ടർ ടാങ്ക് പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അത്രയൊക്കെ ബലമേതുള്ളൂ. ഇതൊക്കെ ജിമ്മിനറിയാം. അതുകൊണ്ട് അവനെടുത്ത് കടലിലേക്ക് ചാടുകയാണ്. പക്ഷേ കപ്പലിനൊന്നും സംഭവിക്കുന്നില്ല. കടൽ ശാന്തമാകുന്നു. അതിനുശേഷം ജിമ്മിനെ വിചാരണ ചെയ്യുക. കാരണം തൻ്റെ കടമ പെട്ടെന്ന് മറന്ന് സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി കടലിലേക്ക് എടുത്തു ചാടി ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിൻ്റെ ആ പൈതൃകത്തെ മുഴുവനും അടച്ച് അപമാനിച്ച പ്രവൃത്തി ചെയ്ത ഈ ജിമ്മിനെ മാതൃകാപരമായി ശിക്ഷിക്കണ്ടേ. അപ്പോൾ അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്യാനായിട്ട് ഒരു കോടതി പോലെ ഉണ്ടാക്കാൻ വിചാരണ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജിമ്മിനെ വിചാരണ ചെയ്തു. ഇവിടെയാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ നടന്നത് എന്താണ് എന്ന് ജിമ്മിന് തന്നെ വിചാരണ ചെയ്യുന്ന ജഡ്ജിമാരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ജിം പറയുന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ അനുഭവത്തിൻ്റെ സത്യം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നത്? ഇപ്പോൾ ഞാൻ ആ കപ്പലിൽ നിന്ന് ചാടിയില്ല എന്ന് പറഞ്ഞാൽ അസത്യമാണ്, യാതൊരു സംശയമില്ല. ഞാൻ ചാടിയത് തന്നെയാണ്. പക്ഷേ ഞാൻ ആ കപ്പലിൽ നിന്ന് എടുത്ത് ചാടി എന്ന് പറഞ്ഞാൽ അത് സത്യമാകുകയുമില്ല. കാരണം എന്താണ്? ഞാൻ മനഃപൂർവ്വം ചാടിയതല്ല. കപ്പലിങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലായി എന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ അറിയാതെ ഐ ഹാപ്പൻ ടു ജമ്പ് ഇൻ ടു ദ വാട്ടർ. ഞാൻ അറിയാതെ ചാടിപ്പോയതാണ്. ഞാൻ ചാടിയതല്ല. എന്നെ ചാടിപ്പിച്ചൊരവസ്ഥയുണ്ടായി. അതെൻ്റെ തീരുമാനത്തിന് അതീതമായ എന്തോ അവിടെ പ്രവർത്തിച്ചു. അതിൻ്റെ മേൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചാടി, പക്ഷേ ഞാൻ ചാടിയതല്ല. ഈ അവസ്ഥയിലാണ് ഞാൻ എങ്ങനെയാണ് എന്നെ വിചാരണ ചെയ്യുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നാണ് ജിം അവിടെ അനുഭവിക്കുന്ന ഈ ഒരു ഡിലമ, ഈ ഒരു അവസ്ഥ. ഇത് സത്യത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ യുവാവിന് നല്ല ഉദ്ദേശത്തോടുകൂടെ ധീരസാഹസികമായി തൻ്റെ കടമകൾ നിർവഹിക്കുമെന്ന സത്യസന്ധമായ ദൃഢനിശ്ചയത്തിൽ സേവനം ആരംഭിച്ച ഈ ജിം എന്ന് പറയുന്ന നല്ല യുവാവ്, അവനെ പരീക്ഷിക്കുന്ന ഒരു സ്നിഗ്ധ സന്ദർഭത്തിൽ അമ്പയെ പരാജയപ്പെട്ടു പോയതിൻ്റെ കാര്യം എന്താണ്? കാരണം മറ്റൊന്ന്. ഇവിടെയാണ് ക്രിസ്ത്യാനി ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഹൃദയഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഞാനാദ്യം സൂചിപ്പിച്ചതുപോലെ ജിം ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസ് എന്ന് പറയുന്ന ലോകോത്തരമായ ഒരു പൈതൃകത്തിൻ്റെ ഉത്തരാവകാശിയാണ്. ഈസ് ദ ഇൻഹെറിറ്റർ ഓഫ് വൺ ഓഫ് ദ നോബ്ലസ്റ്റ് ട്രഡീഷൻസ് ഇൻ മാരിടൈം സർവീസ്, ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസ്. അപ്പോൾ അത് അദ്ദേഹത്തിന് താത്വികമായി ആക്ഷരികമായി അറിയാം. അതിനെപ്പറ്റി താല്പര്യമുണ്ട്, അതിനെപ്പറ്റി സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ആ ട്രഡീഷൻ, ആ പൈതൃകവും ജിം എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധമുണ്ടായിട്ടില്ല. അതിനെപ്പറ്റി അറിയാം, അതിനെപ്പറ്റി താല്പര്യമുണ്ട്, അവൻ്റെ വിഭാവനയിൽ അതിങ്ങനെ ദീപ്തമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അതും അവനും തമ്മിൽ വ്യക്തിപരമായി ഒന്നായി ചേരാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ യേശു തന്നെ പറയുന്നൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ആ ഒരവസ്ഥ. അപ്പോൾ ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസ് ലോകോത്തരമായ ഒരു ട്രഡീഷനാണ്. ഇവിടെയുള്ള ജിം എന്ന് പറയുന്ന യുവാവ് വളരെ ഏവർക്കും അവനോട് സ്നേഹവും താല്പര്യവും അപ്രീസിയേഷനും തോന്നാവുന്ന വിധത്തിൽ സതുദ്ദേശത്തോടുകൂടെ ധീരസാഹസികമായി ഈ ശുശ്രൂഷ, ഈ ദൗത്യം നിർവഹിക്കാൻ ഇറങ്ങി തിരിച്ചവനാണ്. എന്നാൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിൻ്റെ ട്രഡീഷൻ അത് സത്യമാണോ അസത്യമാണോ എന്നതല്ല പ്രശ്നം. ഈ യുവാവിൻ്റെ നിലപാട് സത്യമാണോ അസത്യമാണോ അതുമല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? ഈ യുവാവും ഈ ട്രഡീഷനും ഈ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ബന്ധം വേണ്ടതുപോലെ ആത്മീയമായി, വൈകാരികമായി, ആന്തരികമായി, വ്യക്തിപരമായി ആഴവും അർത്ഥവും ഇല്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അവിടെ സത്യം എന്താണ്, അസത്യം എന്താണ്? ഇതാണ് പ്രശ്നം. അപ്പോൾ തനിക്ക് ഈ ഒരു ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസിൻ്റെ പൈതൃകം ട്രഡീഷനിൽ വേണ്ടതുപോലെ വേരുറപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ കാലുറച്ച് നിന്നുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആ ഒരു പൈതൃകത്തോട് ഏതാണ്ട് ഒരു സാങ്കല്പികമായ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ മാക്രി ചാടുന്ന പോലെ ചാടി അവൻ തൻ്റെ താൻ ഏറ്റെടുത്ത ചുമതലയെ മുഴുവനും അദ്ദേഹം മറന്ന് തൻ്റെ നിലപാടുകളെ മുഴുവനും അദ്ദേഹം അർത്ഥശൂന്യമാക്കി. അതുവരെ താൻ എടുത്തിരുന്ന അവസ്ഥ മുഴുവനും അസത്യമായിരുന്നു എന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഈ സങ്കീർണത നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ജിം പാറ്റ്ന എന്ന് പറയുന്ന കപ്പൽ അതിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആ കപ്പലിനെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത് ചാടിയോ? ചാടിയില്ല എന്ന് പറഞ്ഞാൽ അസത്യമാണ്. അതേസമയം തന്നെ ചാടി എന്ന് പറയുന്നതും എന്ന് പറയുന്ന അസത്യം ആണെന്ന് പറയാൻ വയ്യെങ്കിലും അത് സത്യമല്ല. അത്ര സങ്കീർണമാണ്. സോ സട്ടിൽ. അപ്പോൾ നമുക്ക് യേശുവുമായി ബന്ധമുണ്ട് എന്ന് നാം സങ്കല്പിക്കുകയാണ്. പാറ്റ്ന എന്ന് പറയുന്ന കപ്പലിൻ്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ജിം എപ്രകാരമാണ് ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസ് എന്ന് പറയുന്ന ലോകോത്തരമായ ഈ ഒരു പൈതൃകം, ഈ ഒരു ട്രഡീഷനിൽ അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഞാനെന്നൊക്കെ വളരെ അഭിമാനത്തോടും വൈകാരികമായ ആ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ആവേശത്തോടും വീര്യത്തോടും കൂടെ ആലോചിച്ച് അതിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കപ്പൽ ഈ പ്രതിസന്ധിയിൽ ഏർപ്പെടുന്നത്. എന്നാൽ ആ സാഹചര്യം കൊണ്ട് എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സത്യത്തിൽ ജിമ്മും ഈ ബ്രിട്ടീഷ് മെർച്ചൻ്റ് സർവീസ് എന്ന് പറയുന്ന ലോകോത്തര പൈതൃകം അല്ലെങ്കിൽ ട്രഡീഷനുമായിട്ടുള്ള ബന്ധം സത്യസന്ധമല്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇതാണ് വാസ്തവത്തിൽ എക്സിസ്റ്റൻഷ്യൽ ട്രൂത്ത് എന്ന് പറയുന്നത്. അക്കാദമിക് ട്രൂത്ത്, അക്കാദമികമായ സത്യം എന്താണ്? അവിടെ ഒരുത്തൻ വഴിയിൽ കാറ് മുട്ടി മരിച്ചു, അവൻ്റെ ശവശരീരത്തോടെ കിടക്കുന്നു. അദ്ദേഹം കാറ് മുട്ടി മരിച്ചതാണോ? ആണ്. അത് സത്യമാണ്. അതാണ് അക്കാദമികമായ സത്യം. അതിന് വലിയ സ്കോപ്പൊന്നുമില്ല. എന്നാൽ എക്സിസ്റ്റൻഷ്യൽ ട്രൂത്ത്, സ്പിരിച്വൽ ട്രൂത്ത്, അത് മറ്റൊരു തട്ടത്തിലാണ് നിൽക്കുന്നത്. അതിന് ഒരുപക്ഷെ ഭൂമിയുടെ അറുതിയോളം, പ്രപഞ്ചത്തിൻ്റെ അറുതിയോളവും വ്യാപ്തിയുണ്ട്. അതിൻ്റെ ഓരോ അംശങ്ങൾ കാലാകാലങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ടതാണ്. ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് ദൈവം മാത്രമാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം മാത്രമാണ് സത്യം. അതിൻ്റെ ഒരു കാലത്തെ ആവിഷ്കാരമായി യേശു ഭൂമിയുടെ പരപ്പിൽ വന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ തന്നെ സത്യമാണ്. എന്താണ് സത്യം? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അതാണ് സത്യം. അതിനുശേഷം സംഭവിക്കുന്നത് എല്ലാം സത്യമാണ്. ചാട്ടവാറെടുത്ത് പള്ളിയിൽ കച്ചവടം നടത്തി സാധാരണ മനുഷ്യരുടെ
ഭക്തി വികാരങ്ങളെ ചൂഷണം ചെയ്ത് അതിനെ കള്ളക്കമ്മട്ടമായിട്ട് മാറ്റുന്ന ആ ആളുകളെ അടിച്ചോടിക്കുന്നത് സത്യമാണ്. അത് വയലൻസ് അല്ല, അത് ഹിംസാത്മകമായ പ്രവൃത്തിയല്ല, അത് സത്യമാണ്. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന അവൻ്റെ ആത്മീയമായ എരിവ്, അത് സത്യമാണ്. അപ്പോൾ ആ ഒരവസ്ഥ പ്രാപിക്കുക, അതിനോട് താതാത്മ്യം പ്രാപിക്കുക, അല്ലാതെ എന്ത് സത്യമാണുള്ളത്? അപ്പം ഇതാണ് സത്യത്തെപ്പറ്റി നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. നമുക്ക് നാം യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തു, ഞാൻ യേശുവിന് വേണ്ടി ചാകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ നമുക്കിതിനോട് ആത്മാവിലും സത്യത്തിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആരാധിച്ചാൽ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പീൻ എന്ന് പറയുന്നു. ആരാധിക്കണമെങ്കിൽ ദൈവവും നാവുമായുള്ള ബന്ധത്തിൻ്റെ അവസ്ഥ എന്താണ്, അത് വ്യക്തിഗതമായ അവസ്ഥ എന്താണ്? ഞാൻ ഇന്ന സഭയിൽ അംഗമാണ്, ആ സഭ വളരെ പൈതൃകമുള്ള സഭയാണ്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം നമുക്ക് ഊഹിക്കാൻ വയ്യ. ഓരോ വ്യക്തിയും അവൻ്റെ അനുഭവത്തിൽ അവന് നൽകിയിട്ടുള്ള നിയോഗമനുസരിച്ച് യേശുവിനോടുള്ള ബന്ധത്തെ സത്യമാക്കുന്നത് എങ്ങനെയാണ്? യേശുവിനോടുള്ള ബന്ധത്തെ സത്യമാക്കുന്നത് എങ്ങനെയാണ്? ഇന്നത് സത്യമാണെന്ന് തെളിയിക്കുകയല്ല നമ്മുടെ കടമ. അതിന് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സും ഫിലോസഫേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ കോടതിയുമുണ്ട്, വക്കീലന്മാരുമുണ്ട്, അവർക്ക് വിട്ടുകൊടുക്കുക. അതല്ല നമ്മുടെ സത്യം. നമ്മുടെ സത്യം എന്താണ്? യേശുവും ഞാനുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ സത്യം എന്ത് എന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ, നാം എടുക്കുന്ന നിലപാടുകളിൽ കൂടെ, ഇടപെടലുകളിൽ കൂടെ, നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിൽ കൂടെ, നാം എന്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നു എന്നതിൽ കൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക എവിടെയാണ് നാം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നതിൽ കൂടെ വെളിപ്പെടുത്തുക, അത് മാത്രമാണ് സത്യം. അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങളുടെ നിധി എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിപ്പീൻ. നിങ്ങളുടെ നിധി മാമോൻ്റെ നിധിയാണെങ്കിൽ നിങ്ങൾ എത്ര ആരാധിച്ചാലും നിങ്ങൾക്ക് സത്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് യേശു പറയുന്നത്. അപ്പോൾ സത്യം അതാണ്, സത്യം ഇതാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട്, ഇപ്പോൾ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിനെ പറ്റി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അല്പം വിമർശനാത്മകമായി പറഞ്ഞപ്പോൾ പലർക്കും അതുകൊണ്ട് സങ്കടം വന്നു, എന്നോട് ദേഷ്യം വന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ വയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഈ അപ്പോളജറ്റിക്സ് വളരെ അപകടം നിറഞ്ഞൊരു മേഖലയാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നാക്കുകൊണ്ട് സത്യത്തെ സാക്ഷീകരിക്കാമെന്ന വലിയ തെറ്റിദ്ധാരണയിലാണ് ചില നല്ല ആളുകൾ ഈ അർത്ഥമില്ലാത്ത പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. മാത്രവുമല്ല, അവർക്ക് അവരുടെ ഒരു സ്വയത്തെ മറ്റുള്ളവരുടെ മുമ്പിലോ നൂതി വീർപ്പിച്ച് കാണിക്കാനുള്ളൊരു വേദി കൂടെയാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് ആളുകൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാലം അതിൻ്റെ സത്യം തെളിയിക്കും എന്നത് എനിക്ക് നല്ല നിശ്ചയമുള്ള കാര്യമാണ്. അപ്പോൾ നാം ഈ വീഡിയോയിൽ ഇതുവരെ കണ്ടത്, നാം സത്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ഇതുവരെ വെച്ച് പുലർത്തുന്ന ആ സമീപനങ്ങളും നിലപാടുകളും ഒരു പക്ഷേ വളരെ വളരെ അസ്ഥാനത്താണ്. അതിനെ ഒന്ന് പുനഃപരിശോധിക്കുകയും വിമർശനാത്മകമായി ഒന്ന് വിലയിരുത്തുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ ആത്മീയമായ നിലനിൽപ്പുള്ള അർത്ഥവത്തായ ഒരു സങ്കല്പം, സത്യത്തെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടെന്താണെന്ന് ചോദിച്ചാൽ, യേശുവും നാവുമായി, ദൈവവും നാവുമായുള്ള ബന്ധം, അതിൻ്റെ സത്യം എന്താണ് എന്ന് വാക്കിൽ കൂടെ ഒരിക്കലും നമുക്ക് പ്രസ്താവിക്കാൻ സാധ്യമല്ല, വെളിപ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത പ്രവൃത്തിയിൽ കൂടെ കാലാകാലങ്ങളിൽ വെളിപ്പെട്ട് വരുന്നതിൽ കൂടെ മാത്രമേ അതിൻ്റെ സത്യം വെളിപ്പെട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളൊരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. ആ ഫലമാണ് അതിൻ്റെ സത്യം. അത് ഫലമെന്ന് പറയുന്ന അനുഭവമാണ്. ഫലത്തിന് വാക്കില്ല, പ്രസംഗമില്ല, മൈക്കില്ല, മൈതാനമില്ല. നിശബ്ദമായി അതൊരു സത്യത്തെ സാക്ഷീകരിക്കുന്നു. നാം ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ സാക്ഷ്യങ്ങളും
എല്ലാ സാക്ഷ്യങ്ങളും വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്. അവയ്ക്ക് സത്യവുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് നിങ്ങൾ അല്പം ഒന്ന് പരിഗണിച്ചാൽ, ഞാൻ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിട്ട സാഹിത്യത്തെ ആശ്രയിച്ചാണെങ്കിൽ പോലും പങ്കിട്ട ആശയങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്ന ഈ ഒരു താരിപ്പ് നമ്മുടെ ഇടയിലല്ലേ, ഇത് വെറും അർത്ഥശൂന്യമാണ്. മനുഷ്യരെ കൊണ്ട് പച്ച കള്ളം പറയിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു ദുഷിച്ച ഒരു പ്രവണതയാണിത്. ഇതിനെ സത്യത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കണം. പറയുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവർ മനഃപൂർവ്വം കള്ളം പറയുന്നതാണ്, അല്ലെങ്കിൽ ആരോ അവരെ ഹേമിച്ച് അത് കച്ചവടച്ചരക്കാക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ട് കള്ളം പറയിക്കുന്നതാണ്. സത്യമായ യേശുവിൻ്റെ പേരിൽ ഇപ്രകാരമുള്ള അസത്യത്തിൻ്റെ ജൽപ്പനങ്ങളെ ആത്മീയതയുടെ സംഗീതമായി അവതരിപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു അധപ്പതനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പൈശാചികമായ ജൽപ്പനം ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടെങ്കിൽ അത് ഈ മറുഭാഷയാണ് എന്നും കൂടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം സമയം കൈവിട്ടു പോയതുകൊണ്ട് മാത്രം ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾ ദയവായി ചിന്തിക്കണം. യേശു പറഞ്ഞു, അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. ദ ഷിയർ ഡിലൈറ്റ് ഓഫ് ഡിസ്കവറി. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.